നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് LDF പ്രതിരോധം. ബജറ്റിലെ അവഗണന ഉൾപ്പെടെ ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ഇടതുമാർച്ച്. BJP സർക്കാർ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കാണിക്കുന്നതെന്ന് കെ ശാന്തകുമാരി MLA. ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ്. പന്നിയംകുറിശി സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എഴുവന്തല, പേങ്ങാട്രി എന്നിവിടങ്ങളിലും സമാന്തര ലോട്ടറി തട്ടിപ്പ് നടക്കുന്നതായി പോലീസ്. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ മണ്ണാർക്കാട് നഗരസഭ തീരുമാനം. 29 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. സർക്കാർ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ടതിനെ ചൊല്ലി യോഗത്തിൽ ബഹളം. കേരളത്തിൽ പിണറായി വിജയന് 3ാം ഊഴം ഉണ്ടാകില്ലെന്നും ഈ ഭരണം അത്രയ്ക്കും ജനത്തിന് വെറുത്തു കഴിഞ്ഞെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. പിണറായി ഭരണത്തിൽ നാടിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടെന്നും തോമസ് ഉണ്ണിയാടൻ. പുലിക്കല്ലൂർ വണ്ടുംതറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി. യുവാവിനെ എക്സൈസ് പൊക്കി. വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി വീട്ടിൽ കണ്ടെത്തി. പ്രതി നേരത്തെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാൾ. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെ LDF പട്ടാമ്പി BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർച്ചയായ ഭരണം മൂലം BJP സർക്കാർ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് സ്വീകരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശാന്തകുമാരി MLA പറഞ്ഞു. പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് പ്രിയമുള്ളവരെ ഈ വാഹനത്തിന് പിറകിലായി കടന്നുവന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ പട്ടാമ്പിയിൽ LDF നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള നിഷേധ നിലപാടിനെതിരെയും വയനാട് പുനരധിവാസ ഫണ്ട് നിഷേധിക്കുന്ന നിലപാടിനെതിരെയും പ്രതിഷേധിച്ചാണ് LDFന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി BSNL ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. BSNL ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തികച്ചും സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ വിരോധവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ ശാന്തകുമാരി MLA പറഞ്ഞു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ചും BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ വിരോധവും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കേണ്ടതായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് തികച്ചും രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന. വിശേഷിയ കേരളത്തിനോട് തികച്ചും ശത്രുതാ മനോഭാവത്തോടുകൂടി യൂണിയൻ ഗവൺമെന്റ്, BJP നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. അത് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമതും സഖാ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്, ഇടതുപക്ഷ വിരോധമാണ് BJP സർക്കാർ കേരളത്തിനോട് കാണിക്കുന്നത്. CPI നേതാവ് OK സൈദലവി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, TK നാരായണദാസ്, P സുന്ദരൻ, അബ്ദുറഹ്മാൻ, അഷ്റഫ് അലി വല്ലപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെയും LDF ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും ജനവിരുദ്ധ നയങ്ങൾക്കും എതിരെയാണ് LDF ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനം
നരേന്ദ്രമോദി ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിനും കോർപ്പറേറ്റുകളുടെ സഹായത്തോടുകൂടി നമ്മുടെ നാട്ടിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയവൽക്കരണത്തിനുള്ള കാര്യം ഒരു ബദൽ സാമ്പത്തിക രാഷ്ട്രീയ നയം ഉയർത്തിയിരിക്കുന്ന ഏക ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ് എന്നതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ പല രൂപത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗം എം ഹംസ അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി, മണ്ഡലം സെക്രട്ടറി MS പൗലോസ്, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ, ജനതാദൾ S ജില്ലാ കമ്മിറ്റി അംഗം ബാലൻ പൊറ്റശ്ശേരി, INL ജില്ലാ ജനറൽ സെക്രട്ടറി PV ബഷീർ, RJD മണ്ഡലം പ്രസിഡന്റ് ബാബു മൊയ്തീൻകുട്ടി, NCP ജില്ലാ കമ്മിറ്റി അംഗം T ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള നിഷേധ നിലപാടിലും വയനാട് ഫണ്ട് കേന്ദ്രം നിഷേധിച്ചതിനെതിരെയും LDF മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. കേരളത്തിന് അർഹതപ്പെട്ട അവകാശമാണ് കേന്ദ്രം നിഷേധിക്കുന്നത്. കേരളം LDF ഭരിക്കുന്നുവെന്നതാണ് അയോഗ്യതെങ്കിൽ അത് പറയണമെന്നും സുരേഷ് രാജ് പറഞ്ഞു. അനർഹമായിട്ടുള്ള ഒന്നും കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് കിട്ടണ്ടേ? അർഹതപ്പെട്ടത് തരാൻ ബാധ്യതയുള്ളവരാണ് കേന്ദ്ര ഭരണകൂടം. അത് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ മാറ്റിവെച്ചാൽ ജനങ്ങൾ പക്ഷപാതത്തിലിറങ്ങും. ജനങ്ങൾ അത് ചോദ്യം ചെയ്യും. അതാണ് ഈ സമരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് കേരളത്തിന് അർഹതപ്പെട്ടത്? ആ അർഹതപ്പെട്ടത് ലഭിച്ചേ മതിയാവും. അതാണ് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നിരവധി ആവശ്യങ്ങൾ കേരളത്തിന്റെ മുമ്പിലുണ്ട്. കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യകാരണങ്ങൾ കേരളം കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചിട്ട് വർഷങ്ങളായി. കേരളത്തിന്റെ വികസനത്തിന് എന്താണ് വിലങ്ങുതടി? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് എന്നതാണോ? അതാണെങ്കിൽ അത് പറയണം. അതിനെയാണ് രാഷ്ട്രീയ പക്ഷപാതിത്വം എന്ന് പറയുന്നത്. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. UT രാമകൃഷ്ണൻ, AK അബ്ദുൽ അസീസ്, സദകത്തുള്ള പടലത്ത്, സ്റ്റാൻലി തോമസ്, പ്രവീൺകുമാർ, ജോസ് ബേബി, ഷംസുദ്ദീൻ, TR സെബാസ്റ്റ്യൻ, N മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിവന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പന്നിയംകുർശി പുത്തൻ വീട്ടിൽ മനോജ് കുമാർ, സഹായിയായ പന്നിയംകുർശി കൊടിയത്ത് പറമ്പ് വീട്ടിൽ ചന്ദ്രൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിൽ വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ് നടത്തിവരുന്ന സംഘത്തിലെ കണ്ണികളായ മനോജ് കുമാർ, സഹായ് ചന്ദ്രൻ എന്നിവരെയാണ് ചെറുപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പന്നിയംകുർശിയിലെ മനോജ് കുമാറിന്റെ വീട്ടിലും ചെറുപ്പുളശ്ശേരി, മഞ്ചക്കേൽ, കിടു റോഡ് എന്നിവിടങ്ങളിൽ ഇയാളുടെ തന്നെ ഉടമസ്ഥയിലുള്ള ലോട്ടറി വിൽപ്പന കടയിലുമാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. മനോജ് കുമാറിനെ കൂടാതെ എഴുവന്തല, പേങ്ങാട്രി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സമാന്തര ലോട്ടറി തട്ടിപ്പ് നടക്കുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മനോജ് കുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് നടന്ന പരിശോധനയിൽ 6,25,000 രൂപയോളം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സമാന്തര ലോട്ടറി വിൽപ്പനയിലൂടെ ഒരാഴ്ചക്കുള്ളിൽ ഇയാൾ സമ്പാദിച്ച തുകയാണ് ഇതെന്നാണ് പോലീസ് കരുതുന്നത്. ഈ തട്ടിപ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സമാന്തര ലോട്ടറി തട്ടിപ്പ് സംഘത്തിന്റെ ചെറുപ്പുളശ്ശേരിയിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായ മനോജ് കുമാർ എന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ തീരുമാനം. വിഷയം ചർച്ച ചെയ്യുന്നതിനിടെ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് കൗൺസിലർമാർ. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ചർച്ച വഴിതെറ്റരുതെന്ന് നഗരസഭ അധ്യക്ഷൻ. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് CPM പറഞ്ഞതോടെ സഭയിൽ ബഹളമായി.
സ്വയം വിമർശനത്തിന് എല്ലാവരും വിധേയമാക്കുക, സ്വയം പരിശോധന നടത്തുക, ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തിയാലും എന്റെ ജീവിതത്തിന് ഇന്ന് വരെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ആത്മാർത്ഥതയോടെ ഒരു പുനഃപരിശോധന നടത്തിയിട്ട് ഒരു റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നിങ്ങൾ പറയും. അപ്പൊ ഞാൻ പറയുന്നത് വൈകാരികമായിട്ടല്ല, ചില ആളുകളൊക്കെ അത്ര പോസ്റ്റ്മോർട്ടം നടത്താനുണ്ട ഒരു 100 കേസുകൾ എണ്ണി അവർ തസ്തിക വെച്ചുകൊണ്ട്, അത് ഭരണ സംവിധാനമാകട്ടെ ഉദ്യോഗസ്ഥ സംവിധാനമാകട്ടെ പൊതുപ്രവർത്തകരെ അവർ ഡെസിഗ്നേഷൻ പറഞ്ഞിട്ട് ചെയർമാൻ സമയം തരികയാണെങ്കിൽ ഞങ്ങൾ അവതരിപ്പിക്കാം. നഗരസഭാ പരിധിയിൽ ലഹരിക്കെതിരെ എല്ലാ അർത്ഥത്തിലും കൂട്ടായ പ്രവർത്തനം നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. 29 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. ലഹരിക്കെതിരെ മണ്ണാർക്കാട് രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ മൂവിന് എല്ലാ പിന്തുണയും നൽകാനും കൗൺസിൽ തീരുമാനിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അധ്യക്ഷൻ അവതരിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നവർ പൊതുസമ്മതരാവണമെന്ന് CPM കൗൺസിലർ കെ മൻസൂർ പറഞ്ഞു. പ്രത്യേകിച്ച് കൗൺസിലർമാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. നാട് നന്നാക്കാനിറങ്ങുന്ന കൗൺസിലർമാരുടെ മക്കൾ ലഹരി കേസുകളിൽ പ്രതികളാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെയുള്ളവർ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും മൻസൂർ പറഞ്ഞു. നിയമം പാസ്സാക്കാൻ ഈ കൗൺസിലിന് ഒരു അധികാരമുണ്ട്. അങ്ങനെ ഒരു അധികാരം കൗൺസിലിനില്ല. നാളെ ഇല്ലാത്ത അധികാരം ഇല്ലാത്ത കാര്യങ്ങൾ ചെയർമാൻ അറിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ അതിന് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. രണ്ടാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം അതിനുവേണ്ടി ഞങ്ങൾ പലരും പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ ലഹരിക്കെതിരെ പോരാടുമ്പോഴേ ലഹരി നാട്ടിലിങ്ങനെ പടർന്നിരിക്കുകയാണ് ചെയർമാനെ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചില മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ ചില വാർഡുകളിലൊക്കെ ആക്ഷേപിച്ച് ഇങ്ങനെ കയ്യടിയൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടതാണ്. നമ്മൾ ജനപ്രതിനിധികൾ മനസ്സിലാക്കേണ്ടത്, ജനപ്രതിനിധികൾ ഈ നാടിന് മാതൃക ആവേണ്ട ജനപ്രതിനിധികളുടെ മക്കൾ MDMലോ കഞ്ചാവിലോ ഏതെങ്കിലും കാര്യങ്ങളിൽ പ്രതികളാണോ എന്ന് പരിശോധിക്കണം. മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഞാനത് പറയാതെ ഇരിക്കാൻ കാരണം കുറേ ഉണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം 1, 2 ചില വാർഡുകളൊക്കെ ആക്ഷേപിച്ച് രൂപത്തിൽ ഇങ്ങനെ കയ്യടിയൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ കൈയടിക്കുന്നവരും വേദിയിലിരിക്കുന്നവരും ഒന്ന് കണക്കാക്കണം. എൻ്റെ മക്കൾ, എൻ്റെ ആക്ഷേപങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയക്കാരാകുമ്പോൾ ആക്ഷേപങ്ങൾ പല വിധത്തിലുണ്ടാവും. പക്ഷേ ഇതിൽ വസ്തുത ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ലഹരി വിഷയത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കൗൺസിലർമാർ മാതൃകയാവണമെന്ന് അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. നമ്മുടെ മറ്റുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ഒക്കെ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ മാതൃകാപരമായ ആയിരിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയാവണം. എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ കാരുണ്യ പ്രവർത്തനമായാലും നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളായാലൊക്കെ നമുക്കൊക്കെ അതിൽ വിശുദ്ധി പുലർത്തേണ്ടത് തീർച്ചയായിട്ടും കടമയാണ്. അപ്പോൾ പക്ഷേ ഈ ലഹരിയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒരാൾ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളലല്ല നമ്മുടെ കടമ. നമുക്ക് അവരെ ചേർത്ത് പിടിക്കണം. അവരെന്തെങ്കിലും എന്ത് സാഹചര്യം കൊണ്ടായി പെട്ടു അവരെ ആ കുടുംബത്തിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ വേണ്ടത്. ലഹരി വ്യാപനം തടയുന്നത് ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച മുഖ്യമന്ത്രി മദ്യനയം തിരുത്താൻ തയ്യാറാവണമെന്ന് തുടർന്ന് സംസാരിച്ച മുസ്ലിം ലീഗിലെ സി ഷഫീഖ് റഹ്മാൻ പറഞ്ഞത് CPM അംഗങ്ങളെ പ്രകോപിപ്പിച്ചു. ആ തിന്മയെ കുറിച്ചിട്ട് അപ്പോൾ അത് ചെറുതാണോ വലുതാണെന്നുള്ള കാര്യത്തിനൊന്നും തർക്കമില്ല. പക്ഷെ നമ്മൾ അതൊരു വലിയൊരു ശത്രുവായിട്ട് നാടിൻ്റെയും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ശത്രുവായിട്ട് ഈ ലഹരി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പോരാട്ടം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുത്തി നോവിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള നമ്മൾ പരസ്പരം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതല്ല നമ്മളിതിൽ എടുക്കേണ്ട സമീപനം. ചിലപ്പോൾ ഒരു വലിയ തിന്മയെ ഒരു ചെറിയ തിന്മ കൊണ്ട് നേരിടാൻ നമുക്ക് സാധിക്കും. സമൂഹത്തിൽ നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഭരണാധികാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര പോരാട്ടത്തിൽ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ സഹിക്കില്ല. കേരളത്തിൽ 400ഓളം മദ്യഷാപ്പ് ഉണ്ടായിരുന്നത്. 1000ലേക്ക് മദ്യഷാപ്പ് അനുവദിച്ച ഭരണകൂടം നമ്മുടെ സംസ്ഥാനം. ഞാൻ പറയട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ ഈ ലഹരി വ്യാപനത്തിന് എങ്ങനെയാണ് പോരാട്ടം നയിക്കാൻ സാധിക്കുക? നമ്മുടെ രാഷ്ട്രീയ കേരള മന്ത്രിസഭയിൽ മുമ്പൊരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതല്ല പറയുമ്പോ എല്ലാവർക്കും കൊള്ളും. തെറ്റു ശരി പറയുമല്ല. ഇവിടെ വലിയൊരു തിന്മയെ ഒരു പോരാട്ടം നടക്കുക. ആ പോരാട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആരെയും ചെകയാറുക്കാതെ ഈ പരസ്പര രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി
പിന്നെ വ്യക്തിവിശുദ്ധി എന്ന് പറയും പൊതുസമ്മതി എല്ലാവർക്കും എല്ലാ കാര്യത്തിലും വ്യക്തിവിശുദ്ധി വേണം. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യനും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തർക്കം രൂക്ഷമായതോടെ അധ്യക്ഷൻ ഇടപെട്ടു. ലഹരിയെ തടയുക എന്ന സുപ്രധാനമായ ലക്ഷ്യത്തിൽ നിന്ന് ചർച്ചയെ വഴിതിരിച്ചുവിടാനേ ഇത്തരം തർക്കങ്ങൾ സഹായിക്കുമെന്നും തർക്കം അവസാനിപ്പിക്കണമെന്നും അധ്യക്ഷൻ ആവശ്യപ്പെട്ടതോടെയാണ് ബഹളം അവസാനിച്ചത്. കേരളത്തിൽ ഇനി പിണറായി വിജയന് മൂന്നാം ഊഴം ഉണ്ടാകില്ലെന്നും ഈ ഭരണം അത്രയ്ക്കും ജനത്തിന് വെറുത്തു കഴിഞ്ഞെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. കേരള കോൺഗ്രസ് കോങ്ങാട് നിയോജക മണ്ഡലം വജ്ര ജൂബിലി സമ്മേളനവും പാർട്ടിയിലേക്ക് പുതുതായി വന്നവർക്കുള്ള സ്വീകരണവും തച്ചമ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PR വർക്കൊന്നും പ്രയോജനപ്പെടില്ല. പിണറായി സർക്കാരിന്റെ അവസാന ഭരണമാണിത്. പിണറായി ഭരണത്തിൽ നാടിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടതായും തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും തകർത്ത് എറിഞ്ഞുകൊണ്ടുപോകുന്ന ഈ ഒരു സംവിധാനത്തെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. തൊഴിലാളി സമരങ്ങളോട് എന്താണ് ഈ ഗവൺമെന്റ് ഇത്ര പുച്ഛം? എത്രയോ ദിവസങ്ങളായി പാവപ്പെട്ട കുറേ സഹോദരിമാർ, ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുകയാണ്. അവരോടുള്ള ഒരു സമരം എത്ര പുച്ഛഭാവത്തിലാണ് ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്നത്. അവർ തൊഴിലാളികളല്ലേ? അപ്പോൾ തൊഴിലാളികളെ, കഷ്ടപ്പെടുന്നവരെ, പാവപ്പെട്ട ആളുകളെ വിസ്മരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു ഭരണം എന്തിനാണ് നമുക്ക്? ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തുടർഭരണം വരുമെന്നൊക്കെ അല്ലാതെ പിന്നെ പരാജയപ്പെടുമെന്ന് ഒരു പ്രമേയത്തിലൂടെ പറയാനായിട്ട് കഴിയുമോ? പരാജയം അവർ കാണുകയാണ്. നേതാക്കന്മാർ മാത്രമല്ല, CPMന്റെ അണികൾക്ക് പോലും അറിയാം ഇനി ഒരു ഭരണം ഈ സംസ്ഥാനത്ത് ലഭിക്കുകയില്ലെന്ന്. അവരിങ്ങനെ അവരുടെ അണികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് തുടർഭരണം വേണമെന്ന്. അവിടെ ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തി ഒരു രേഖ അവർ സമർപ്പിക്കുക തയ്യാറായാൽ അവിടെ അവർക്ക് സത്യസന്ധമായിട്ട് എഴുതേണ്ടതായിട്ട് വരും, ഇത് അവസാനത്തെ ഭരണമാണ്. പിണറായി ഗവൺമെന്റ് അത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് അവർക്ക് എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് സഖാക്കളെ ഒന്ന് വെറുതെ അവരെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ ഒരിക്കലും കേരളത്തിൽ ഇനിയൊരു തുടർഭരണം ഉണ്ടാകില്ല, പിണറായി വിജയന്റെ ഭരണം ഉണ്ടാകില്ല. പുതുതായി പാർട്ടിയിൽ ചേർന്നവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും ചടങ്ങിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായി. സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്, ജില്ലാ പ്രസിഡന്റ് ജോബി ജോൺ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് ജേക്കബ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശിവരാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം സിർലി, KC കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുലുക്കലൂർ വണ്ടുംതറയിൽ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ ആളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പാറപ്പുറം വീട്ടിൽ സതീഷിനാണ് പിടിയിലായത്. വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി വീട്ടിൽ നിന്നും കണ്ടെത്തി. മുമ്പ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ H. വിനുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുലുക്കല്ലൂർ വണ്ടുംതറയിൽ പാറപ്പുറം സതീഷിന്റെ വീട്ടിൽ നിന്നും 4 മാസം പ്രായമായ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതായി കണ്ടെത്തിയത്. 144 സെന്റിമീറ്റർ ഉയരവും 14 ശാഖകളുമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. സതീഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചെറിയ അളവിൽ ഉണക്ക കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് 3 പേർ കൂടി പിടിയിലായി. നരായ പട്ടിശ്ശേരി പണിക്കത്തൊടി വീട്ടിൽ സിജീഷ്, പണിക്കത്തൊടി വീട്ടിൽ യദുകൃഷ്ണൻ, ചെറുവശ്ശേരി പള്ളിയാലിൽ വീട്ടിൽ അമൽകൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെയും NDPS ആക്ട് പ്രകാരം കേസെടുത്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ AR രാജേന്ദ്രൻ, CEOമാരായ അനിൽകുമാർ, അനൂപ് രാജ്, സാം ജോസ്, വിഷ്ണു, വിജയ്, വുമൺ CEO ഉമാ രാജേശ്വരി എന്നിവരും പങ്കെടുത്തു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ശിരുവാണി ജംഗ്ഷന് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. തിങ്കളാഴ്ച 5 മണിയോടെയാണ് അപകടം. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പുഴ മച്ചിങ്ങൽ സുരേഷിനെ ഗുരുതര പരിക്കുകളോടെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിലേക്ക് നിയന്ത്രണം വിട്ട കാർ ചെന്നിടിക്കുകയായിരുന്നുവെന്ന് കല്ലടിക്കോട് പോലീസ് പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ ശ്രമപ്പെട്ടാണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത്. കേരളത്തിൽ 3ാം വട്ടവും CPM ഭരണം ഉണ്ടായാൽ സംസ്ഥാനത്തെ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ പറഞ്ഞു.
വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റൈസപ്പ് 2K25 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KV ഷഫീർ ഷാ. താൽക്കാലിക ലാഭത്തിനു വേണ്ടി CPM നീക്കം നടത്തുകയാണെന്നും കേരളത്തിൽ സംഘപരിവാരത്തിന് മണ്ണൊരിക്കൽ പ്രക്രിയയ്ക്ക് കൂടുതൽ ശക്തി പകരുകയാണെന്നും ഇതിന് ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു വരണമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KV ഷഫീർ ഷാ അഭിപ്രായപ്പെട്ടു. പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ എടപ്പറ്റ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് KP ഫാറൂഖ്, ജോയിന്റ് സെക്രട്ടറി ആബിദലി മാമ്പ്ര, പഞ്ചായത്ത് അംഗം സ്വാലിഹ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 58,13,36,000 രൂപ വരവും 57,98,38,000 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് M സെയ്താലി അവതരിപ്പിച്ചത്. പശ്ചാത്തല മേഖലയ്ക്കും ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ കൊടുക്കുന്നതാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. കാർബൺ അതിപ്രസരം കുറയ്ക്കുന്നതിനു വേണ്ടി പ്രത്യേക നയം ബജറ്റിൽ കൊണ്ടുവന്നതും ശ്രദ്ധേയമാണ്. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നിലവിൽ വന്ന ശേഷം 5 പതിറ്റാണ്ട് ഭരണസമിതികൾ അവയുടെ കാലാവധി പൂർത്തീകരിച്ചു കഴിഞ്ഞു. 21/12/20 ആറാമത്തേതായ ഈ ഭരണസമിതി സത്യപ്രതിജ്ഞയുടെ അധികാരം ഏറ്റെടുത്തത്. ആറാമത്തേതായ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മുൻകാല ഭരണസമിതികൾ തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ദൗത്യമാണ് ഞങ്ങൾ നിശ്ചിതമായിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബഡ്ജറ്റും 14ാം സമ്പദ്വത്സര പദ്ധതിയിലെ 4ാമത്തേത് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് യോഗത്തിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ശാസ്തകുമാർ, P ജയശ്രീ, C രാജിക, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ VK രാധിക, സുമിത, P സുബ്രഹ്മണ്യൻ, സെക്രട്ടറി S പ്രവീൺ എന്നിവർ സംസാരിച്ചു. കെയർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ സൗജന്യ അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചു. EMS ആശുപത്രി ചെയർമാനും CPM ജില്ലാ സെക്രട്ടറിയുമായ VP അനിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, പാചക തൊഴിലാളികൾ, സ്വാതന്ത്ര്യം അംഗങ്ങൾ തുടങ്ങിയവർക്കാണ് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. 650ഓളം പേർക്ക് ആദ്യഘട്ടത്തിൽ ഇൻഷുറൻസ് നൽകി. EMS ആശുപത്രിയുമായി സഹകരിച്ചാണ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. EMS സഹകരണ ആശുപത്രി ചെയർമാനും CPM ജില്ലാ സെക്രട്ടറിയുമായ VP അനിൽ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏത് അപകടമുണ്ടായാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ 1,50,000 രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇതുവഴി ഒരു വർഷം നമുക്ക് ലഭിക്കാൻ കഴിയും. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം അതിനപ്പുറത്ത് സംഭവിച്ചാൽ അവിടെ നമുക്ക് ലഭ്യമാകുന്നത്, നമ്മുടെ കുടുംബത്തിന് ലഭ്യമാകുന്ന 1 ലക്ഷം. ഈ സുരക്ഷിതത്വം ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി EMS ആശുപത്രിയിൽ EMS ചാരിറ്റബിൾ ട്രസ്റ്റും ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് മുന്നോട്ട് വെച്ചു. ആ പദ്ധതി ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പെരിന്തൽമണ്ണയുടെ നഗരസഭ ചെയർമാൻ കൂടിയുള്ള ഷാജി വളരെ മുൻകൈയിൽ നിങ്ങളെല്ലാവരെയും വിളിച്ചു ഈ പദ്ധതിയുടെ ഭാഗമാക്കി നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ള ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഈ നഗരസഭ ഇവിടെ നിർവഹിച്ചത്. നഗരസഭ ചെയർമാൻ P ഷാജി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ A നസീറ, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, മൻസൂർ നെച്ചിയിൽ, അഡ്വക്കേറ്റ് ഷാൻസി, K ഉണ്ണികൃഷ്ണൻ, EMS ആശുപത്രി ഇൻഷുറൻസ് സെക്ഷൻ ഇൻചാർജ് രാമദാസ്, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് ശ്രവണോപകരണം, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് വിവിധ സഹായികൾ വിതരണം ചെയ്തത്.
ശ്രവണോപകരണം, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയ സഹായികളാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ CP ഹംസക്കുട്ടി, ജുബില ലത്തീഫ്, പഞ്ചായത്ത് അംഗങ്ങളായ C ബാലസുബ്രഹ്മണ്യൻ, മുബാറക് അലി, രാജേഷ് P, അമ്പിളി TK, നവാസ്, സജിത, ലീന ശാന്തിനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P സുരേഷ് ബാബു, ICDC സൂപ്പർവൈസർ സ്റ്റെഫി തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി പാതയിൽ ഒലിങ്കരയിൽ നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞു. വയനാട്ടിൽ നിന്നും പാവയ്ക്ക കയറ്റി പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന മിനി ലോറിയാണ് മറിഞ്ഞത്. ഞായറാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. മഴ പെയ്തതോടെ റോഡിൽ നിയന്ത്രണം വിട്ടാണ് ലോറി മറിഞ്ഞത്. പരസ്യ ബോർഡിന്റെ ഇരുമ്പു കമ്പിയിൽ തടഞ്ഞു നിന്നതിനാൽ ലോറി കൂടുതൽ താഴ്ചയിലേക്ക് മറിഞ്ഞില്ല. ലോറിയിൽ ഉണ്ടായിരുന്ന തൃശൂർ സ്വദേശികളായ ദിനു, സുനിൽ എന്നിവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത്. ഒരു ഇടവേള കൂടി. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ജനകീയ നോമ്പുതുറ സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ഇർഷാദ് സ്കൂളിൽ സംഘടിപ്പിച്ച നോമ്പുതുറയിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ പങ്കെടുത്തു. ആഘോഷങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള വേദിയാണെന്ന് റംസാൻ സന്ദേശം നൽകിയ ബുഷൈനുദ്ദീൻ പറഞ്ഞു. നമുക്കറിയാം, ഇപ്പോൾ ഓണം എന്ന് പറയുന്ന ആഘോഷമൊക്കെ ദേശീയോത്സവം ആവുന്നതിന് മുമ്പ് തന്നെ ഓണത്തിന് ഹിന്ദു സഹോദരങ്ങളാണ് ആഘോഷിച്ചിരുന്നത്. ആ ആഘോഷത്തിന്റെ സന്ദർഭത്തിലും ആ സന്തോഷം പങ്കിടാൻ വേണ്ടി എല്ലാ മതവിശ്വാസികൾക്കും ഭക്ഷണവും ഒക്കെ കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് നമ്മൾ. അപ്പൊ ആഘോഷങ്ങൾ ശരിക്കും സന്തോഷം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? UP യിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വരുന്നില്ല. പക്ഷെ ആ ആഘോഷത്തിന്റെ സമയത്തും മറ്റൊരു വിഭാഗത്തെ, അത് മതവിഭാഗത്തോട് മാത്രമല്ല, ആ ആഘോഷിക്കുന്ന ആളുകൾ അത് സ്ത്രീകളെ കാണുമ്പോൾ അവർക്കെതിരെ തെറിയാപേക്ഷ നടത്തുന്നുണ്ട്. വൃദ്ധന്മാരെ കാണുമ്പോൾ യുവാക്കൾ തെറിയാപേക്ഷ നടത്തുന്നുണ്ട്. അവരും വിശ്വാസമില്ലാത്ത വേറെ മന്ദിരങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പറയുന്നുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വംശീയ മനോഭാവത്തോടു കൂടി ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. വാർഡ് കൗൺസിലർ അരുൺകുമാർ പാലകുർശി, അബു മാസ്റ്റർ, സയ്യിദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ, ഗിരീഷ് ഗുപ്ത എന്നിവർ പ്രസംഗിച്ചു. കനത്ത മഴയിലും കാറ്റിലും പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് റോഡിനു കുറുകെ മരം കടപുഴകി വീണ് ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. നാട്ടുകാരും ഷൊർണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ചേർന്ന് മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വാഹനങ്ങൾ ഇല്ലാത്ത സമയത്തായതിനാൽ അപകടം ഒഴിവായി. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ അപകട കേന്ദ്രങ്ങളിൽ സുരക്ഷ ഒരുക്കുന്നതിനായി പഠനം നടത്തുന്നു. അപകടനിരക്ക് കൂടുതലുള്ള ഒറ്റപ്പാലം, ഷൊർണൂർ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് സുരക്ഷ ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പും പോലീസും പൊതുമരാമത്ത് നിരത്ത് വിഭാഗവും ചേർന്ന് റോഡിൽ പരിശോധന നടത്തി. റോഡിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത്. പത്തിരിപ്പാല, പാലപ്പുറം, ചിനക്കത്തൂർക്കാവ്, കയറംപാറ, 19 മൈൽ, ഈസ്റ്റ് ഒറ്റപ്പാലം, മായന്നൂർ പാലം ജംഗ്ഷൻ, ഒറ്റപ്പാലം പട്ടണം, കണ്ണിയമ്പുറം, മരിശ്ശേരി, പാതിപ്പാറ, വാണിയംകുളം, കൂനത്തറ, കുളപ്പുള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഈ സ്ഥലങ്ങളെല്ലാം അപകടങ്ങൾ പതിവുള്ള ഇടങ്ങളാണ്. പരിശോധനയിൽ അപകടത്തിന് കാരണമായേക്കാവുന്ന പലവിധ ന്യൂനതകൾ റോഡിൽ കണ്ടെത്തി. ചിലയിടത്ത് ഓട്ടോ സ്റ്റാൻഡുകളുടെ സ്ഥലം ശരിയല്ല. ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. പല സ്കൂൾ പരിസരങ്ങളിലും കാൽനടയാത്രയ്ക്ക് സീബ്ര ലൈനുകൾ വേണം. കയറംപാറയിലെ വളവിലുൾപ്പെടെ വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബാരിയറുകൾ സ്ഥാപിക്കണം. മുന്നറിയിപ്പ് ബോർഡുകളും പലയിടത്തും ആവശ്യമാണ്. തെരുവ് വിളക്കുകളില്ലാത്ത പ്രശ്നവുമുണ്ട്. ചിലയിടങ്ങളിൽ ചെറിയ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് കയറാൻ ഒരു കയറ്റമുണ്ട്. പട്ടണത്തിൽ ബസ്സുകൾ റോഡിൽ നിന്ന് ആളെ കയറ്റുന്നുണ്ട്. തുടങ്ങിയവയാണ് പ്രാഥമിക വിലയിരുത്തലുകൾ. ഇത് റിപ്പോർട്ടാക്കി റോഡ് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ സുരക്ഷാ അതോറിറ്റി മുഖാന്തരവും ചിലത് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരവും നടപ്പാക്കാനാണ് പദ്ധതി. ഇതിലൂടെ ഈ വർഷം അപകടം കുറയ്ക്കാനാണ് വകുപ്പുകളുടെ നീക്കം. SIമാരായ വിനോദ് ബി നായർ, അബ്ദുറഹ്മാൻ, ഗ്ലാഡിസ്, AMVAമാരായ K ദേവിദാസ്, N സാബിർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ A രാജേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ഒറ്റപ്പാലം പാലപ്പുറം SR പമ്പിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ റോഡിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു.
കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ വന്നതോടെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളം ഒഴുകിപ്പോയിരുന്ന വഴികൾ അടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോടനുബന്ധിച്ച് മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ മികച്ച സർവീസ് സഹകരണ ബാങ്കുകൾക്ക് നൽകുന്ന അവാർഡിന് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അർഹമായി. 2023-24 വർഷങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് അംഗീകാരം. താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ നടത്തിയ ഫുട്ബോൾ മത്സരത്തിലും ബാങ്കിന് ഒന്നാം സ്ഥാനം ലഭിച്ചു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന നിക്ഷേപ സമാഹരണ യജ്ഞം വിശദീകരണ യോഗ ചടങ്ങിൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ എം ശ്രീഹരിയിൽ നിന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന അവാർഡ് ഏറ്റുവാങ്ങി. സർക്കിൾ സഹകരണ യൂണിയൻ അംഗം ദിവാകരൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് രജിസ്ട്രാർമാരായ ഗീത, KG സാബു, താജുദ്ദീൻ, മുൻ റൂറൽ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം അഹമ്മദ് അഷ്റഫ്, അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ, വൈസ് പ്രസിഡന്റ് V അബ്ദുള്ള, സെക്രട്ടറി P ശ്രീനിവാസൻ, ഡയറക്ടർമാരായ KA സുദർശനകുമാർ, K സയ്യിദ്, T ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് LDF പ്രതിരോധം. ബജറ്റിലെ അവഗണന ഉൾപ്പെടെ ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് ഇടതുമാർച്ച്. BJP സർക്കാർ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കാണിക്കുന്നതെന്ന് K ശാന്തകുമാരി MLA. ചെറുപ്പുളശ്ശേരി കേന്ദ്രീകരിച്ച് സമാന്തര ലോട്ടറി തട്ടിപ്പ്. പന്നിയംകുറിശി സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എഴുവന്തല, പേങ്ങാട്രി എന്നിവിടങ്ങളിലും സമാന്തര ലോട്ടറി തട്ടിപ്പ് നടക്കുന്നതായി പോലീസ്. ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ മണ്ണാർക്കാട് നഗരസഭ തീരുമാനം. 29 വാർഡുകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. സർക്കാർ മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ടതിനെ ചൊല്ലി യോഗത്തിൽ ബഹളം. കേരളത്തിൽ പിണറായി വിജയന് 3ാം ഊഴം ഉണ്ടാകില്ലെന്നും ഈ ഭരണം അത്രയ്ക്കും ജനത്തിന് വെറുത്തുകഴിഞ്ഞെന്നും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. പിണറായി ഭരണത്തിൽ നാടിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടെന്നും തോമസ് ഉണ്ണിയാടൻ. പുലിക്കല്ലൂർ വണ്ടുംതറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് കൃഷി. യുവാവിനെ എക്സൈസ് പൊക്കി. വളർച്ചയെത്തിയ കഞ്ചാവ് ചെടി വീട്ടിൽ കണ്ടെത്തി. പ്രതി നേരത്തെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.